നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ട വിധി വന്നതിന് പിന്നാലെ സകല മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്ന ആളാണ് അഡ്വക്കേറ്റ് ടി ബി ബിനി. വിധിക്കെതിരെയും ദിലീപിനെതിരെയും ഒക്കെ മിനി നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചു. ഒരു ഘട്ടത്തിൽ പരിധി വിട്ടുപോയ പ്രതികരണങ്ങൾ വരെ ഉണ്ടായി. ഇപ്പോഴിതാ വിചാരണ കോടതിയും ടി ബി മിനിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. വളരെ അസാധാരണമായ ഒരു വിമർശനം തന്നെയാണ് കോടതിയിൽ നിന്നുണ്ടായത്. വിചാരണ സമയത്ത് 10 ദിവസത്തിൽ താഴെ മാത്രമാണത്രേ അഭിഭാഷക കോടതിയിലെത്തിയത്. അരമണിക്കൂർ മാത്രമാണ് കോടതിയിൽ ഉണ്ടാകാറുള്ളത്. ആ സമയത്ത് ഉറങ്ങുകയാണ് പതിവ്. ഇങ്ങനെയൊക്കെയാണ് കോടതി പറഞ്ഞത്. എന്നിട്ടാണ് കോടതി അത് കേട്ടില്ല, ഇത് പരിഗണിച്ചില്ല എന്നൊക്കെ അഭിഭാഷക പറയാറുള്ളത് എന്നും കോടതി വിമർശിക്കുന്നു. വിശ്രമസ്ഥലം എന്ന കണക്കെയാണ് അഭിഭാഷക കോടതിയിൽ എത്താറുള്ളത്. കോടതിയലക്ഷ്യ ഹർജികൾ പരിഗണിക്കുന്നതിനിടെയായിരുന്നു ഈ വിമർശനം. അതിജീവിതയുടെ അഭിഭാഷക ഇന്നും ഹാജരായിരുന്നില്ല. കോടതി പറഞ്ഞ ഒട്ടും ശരിയല്ല. കാരണം ഞാൻ 10 ദിവസം എന്ന് പറഞ്ഞത് പ്രോസിക്യൂട്ടറുടെ ലാസ്റ്റ് റിപ്ലൈയുടെ ആർഗ്യുമെൻ്റ് നോട്ട് ഫയൽ ചെയ്യണത് വരെ റെഗുലർലി ഞാൻ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ലാസ്റ്റ് പിന്നെ ഞാൻ 1.5 വർഷമല്ലേ എൻ്റെ ലൈഫിൽ ഞാൻ അവിടെ ഇരിക്കുന്നത്. ആദ്യം സഞ്ജയ് എന്ന് തന്നെ അഡ്വക്കേറ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജൂനിയർ മാത്രം അവിടെ പോകുമായിരുന്നു. പക്ഷേ പ്രോസിക്യൂട്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വരണമെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് വക്കാലത്തിടണം. ഞാൻ അതിന് വക്കാലത്തിടാൻ സമ്മതമില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം എന്താ, എല്ലാ ദിവസവും അവിടെ പോയിരിക്കണ്ടേ. അത് എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ ദിവസവും ഞാൻ അവിടെ പോയിരുന്നു. ഈ പ്രോസിക്യൂട്ടറോട് എല്ലാ ദിവസവും എനിക്ക് എവിടെയെങ്കിലും ഔട്ട് ഓഫ് സ്റ്റേഷൻ വർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാനത് പോകാതിരുന്നത്. ഈ പ്രോസിക്യൂട്ടർ അവസാനം ഹിയറിങ്ങിൻ്റെ ആർഗ്യുമെൻ്റ് നോട്ട് ഫയൽ ചെയ്യണം, റിപ്ലൈ ആർഗ്യുമെൻ്റ് നോട്ട് ഫയൽ ചെയ്യണം അന്ന് വരെ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ വെച്ചിരിക്കുന്നതെല്ലാം ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് വെച്ചത്. ആ ക്ലാരിഫിക്കേഷൻ ചിലപ്പോൾ മാസത്തിൽ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെയാണ് അതിൻ്റെ പോസ്റ്റിംഗ് ഉണ്ട്. ആ ഡേറ്റുകളിൽ ഞാൻ അങ്ങനെ പോയിട്ടില്ല. എനിക്ക് പോകേണ്ട ആവശ്യവുമില്ല. അല്ലെങ്കിലും എനിക്കൊരു റോളുമില്ല. എൻ്റെ വർക്ക് ഇവിടെ സ്പോയിൽ ചെയ്തിട്ടാണ് ഞാൻ അവിടെ പോയിട്ടിരിക്കുന്നത്. അത്രയും സീരിയസ് ആയിട്ട് എനിക്ക് വേറെ ഉപജീവന മാർഗ്ഗമൊന്നുമില്ല. എൻ്റെ വീട്ടിലും വേറെ വരുമാനമില്ല. ഇല്ല, ഞാനൊന്നും പറയാൻ പോകുന്നില്ല. കോടതിക്ക് ഇഷ്ടമുള്ളൊരു പരാമർശം നടത്തി. അത് എന്നോട് ഇഷ്ടമുണ്ടായിട്ടാണ് കോടതി ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലേ, നമ്മളോട് ഇഷ്ടമുള്ള ആളുകൾക്കല്ലേ നമ്മൾ കൂടുതൽ ചീത്ത പറയാ. അത്രയും കണ്ടാൽ മതി. എനിക്കതിൽ വേറെ പരാതിയില്ല, ഒന്നുമില്ല. എനിക്ക് കുഴപ്പമില്ല. ഇനി പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ പോകും. എൻ്റെ കക്ഷി ഞാൻ തന്നെ നടത്തണം എന്ന് പറഞ്ഞാൽ ഞാൻ പോകും. ടഗ് ഓഫ് വാറിന് ഞാനില്ല. എനിക്ക് എൻ്റെ ആവശ്യവുമില്ല. കോടതിയുടെ വിമർശനത്തിൽ തനിക്ക് കുഴപ്പമൊന്നുമില്ല, താൻ ഒരു യുദ്ധം ചെയ്യാനൊന്നും പോകുന്നില്ല കോടതിയുമായിട്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതുപോലെ അതിനിർണായകമായ കേസുകളിൽ ഹാജരാകുന്ന അഭിഭാഷകർ ഓരോ വാക്കും നമുക്കറിയാം. ഓരോ വാക്കും ഒന്ന് വഴിമാറി സഞ്ചരിച്ചാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം എത്ര വലുതാകുമെന്ന്. അതിവൈകാരികമായ പല പ്രതികരണങ്ങളും ഒരുപക്ഷെ എന്തായിരുന്നോ ജെനുവിനായ ആ കേസ്, അതിൻ്റെ ആ ജെനുവിൻ അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ അവസ്ഥയെ പോലും തള്ളിക്കളയുന്ന നിലയിലേക്ക് പല വാക്കുകളും വാചകങ്ങളും വഴുതി വീഴാറുണ്ട്. അതുകൊണ്ട് വളരെ പക്വതയോടെ മിതത്വത്തോടെ ഇത്തരം പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ഇത്തരം ജോലിയെ കാണേണ്ടതുകൂടി ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് കോടതിയുടെ ഈ വിമർശനം.